ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം ഇപ്പോൾ 2 മണി ആയിട്ടുണ്ട്. നല്ല വെയിലായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് എന്നെ കറക്റ്റ് കാണാൻ പറ്റുമോ അറിയത്തില്ല. നമ്മുടെ കയ്യിൽ 100 വാട്ടർ ബലൂണിൻ്റെ ഒരു കവറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കുറവാണ്. ഇപ്പോൾ എൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്നുണ്ട് സാധനം. നമ്മളിപ്പോൾ നേരെ മയൂകിൻ്റെ വീട്ടിലോട്ട് പോവുക. അവിടെ എത്തിയിട്ട് ബാക്കി വിഷ്വൽസാണ്. ഞാൻ സൈക്കിൾ ഓടിക്കുകയാണ്, ഇച്ചിരി ടഫാണ്. ഓക്കെ, നമ്മൾ അങ്ങനെ മയൂകിൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു. അവൻ സ്പാനർ വെച്ചെന്തിനാ പണി ചെയ്യുക, വെച്ചതാ. ഐസ് ഞാൻ കാണിച്ചു തരാമേ. വാട്ടർ ബലൂൺ പുതിയ ക്രോക്സ് മേടിച്ചോളാ ഗൈസ്. ബ്രാൻഡഡ് ക്രോക്സ്, ഗൈസ് പാറ്റയുടെ ബ്രാൻഡാണ്, ബ്രാൻഡഡ് സാധനമാണ്. എൻ്റെ കാര്യങ്ങളൊക്കെ തന്നെടാ. ഇച്ചിരി അഴുക്കൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അത് ബ്രാൻഡഡ് സാധനം. ഗൈസ് നമുക്ക് പോയി അമ്പാടിയെ വിളിച്ചിട്ട് വരാം. ഓക്കെ, ഞാൻ അമ്പാടി ചെന്ന് വിളിച്ചിട്ട് വരാം. അപ്പോൾ ഒരു അരമണിക്കൂറാകും. നോക്കട്ടെ. എന്നാ പിടി ഐസ്. ഈ സാധനം ഞാൻ ഇവനെ കൊടുത്തിട്ട് പോവാം. എടുക്കല്ലേ, കറക്റ്റ് ഞാൻ എണ്ണി വെച്ചേക്കുക. എടുക്കല്ലേ, അല്ല ശരിയമ്മ എടുക്കല്ലേ. സൈക്കിൾ ശരിയാക്കിയോ? പിന്നെ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത് ഒപ്പിച്ച് വെച്ച സ്ഥലം കണ്ട, ആ സീറ്റ് കണ്ട, ആ സീറ്റ് കവറിനകത്തുണ്ട്. ബുദ്ധി വെയിലടിക്കുന്നു. വീടിനകത്ത് കയറാം. നമുക്ക് അവൻ്റെ വീട്ടിൽ പോകാം കേട്ടോ. വീട്ടിൽ പോയി അവനെ വിളിച്ചിട്ട് നമുക്ക് ഷടേന്ന് വരാം. ഓക്കെ, നമ്മളിവിടെ ഇലക്ഷൻ ആയുള്ള ഇതുണ്ടോ. ഞാൻ ഇതുവഴി പോവാം. നമുക്ക് ദാണ്ട് ഇതുവഴിയും പോവാം, ഇതുവഴിയും പോവാം. നമുക്ക് കാണാൻ കണ്ട ഇലക്ഷൻ ആയുള്ള ഇതാ. ഇവിടെ ഫുള്ളും BJPയുടെ ഫ്ലാഗ്. ഇതാണ് ബൂത്ത് കേട്ടോ, BJPയുടെ ബൂത്ത് ഇതാ. ഇവിടെ ഫുള്ളിങ്ങനെയാണ് കേട്ടോ. കണ്ടോ സൈഡിൽ ഓരോ ഇതിൻ്റെ BJP ഉണ്ട്, LDFും. BJP LDFും മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന്. ഇവിടാണ് LDFിൻ്റെ ബൂത്ത്. ഇവിടെ ആയിട്ട് വരും. നമ്മൾ ഇതുവഴിയാണ് കയറി പോകുന്നത്. നമുക്ക് കണ്ടോ അതുവഴിയും കയറിപ്പോയിരുന്നു, ഇതുവഴിയും കയറിപ്പോകും. കണ്ടോ ഇതൊക്കെ ഓരോ ആഘോഷം ഇന്നലെ നടന്നതിൻ്റെയൊക്കെ ഓരോ ഇതൊക്കെ കണ്ടോ. സൈഡിൽ എല്ലായിടത്തും ഉണ്ട്. ഇവിടെ കിണ്ണം കാച്ചി വീടല്ലേ ഗൈസ്, നോക്കിയാണേ. കിണ്ണം കാച്ചി വീട്. ഇതുവഴിയൊക്കെ ഗൈസ്. മറ്റേ വഴിയാണെങ്കിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള റോഡാണ്. നമുക്ക് അടുത്ത അതുവഴി പോവാം. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ ഗൈസ്, അമ്പായുടെ വീട്ടിലെത്തി. കാണുമോ എന്തോ അറിയത്തില്ല. സൈക്കിളുണ്ട് ഗൈസ്. നല്ല വെയിൽ, കാണിച്ചു തരാം. ഇത്രയും കാണുമെന്തോ. വിളിച്ചിട്ട് വരാം. കണ്ടോ ഇവിടെ മൊത്തം ടാർ ചെയ്തേക്കുന്നത്. ഹലോ, മൈൻഡില്ല. ചെറുത്ത നിൽപ്പ് കണ്ടോ. ബ്രേക്കില്ല ഐസ്. ഓട്ടോയ്ക്കകത്ത് കയറി ഇരിക്കാൻ ശ്രമിക്കുമെന്ന് തോന്നുന്നു കേട്ടോ ഐസ്. ഈ ഓട്ടോ നമ്പർ വേണമെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്തോ. ഇത് മയൂകിൻ്റെ ഓട്ടോയാണേ. എടാ ഗുണമുണ്ടറാ, എൻ്റെ അപ്പന് ഓട്ടം കിട്ടും. 3 എണ്ണം എടുത്തിട്ടുണ്ട് അതിനകത്ത് നിന്ന്. ഇവിടെ വഴി കൊതുക് പോയേ. ഞാൻ അവനെ എറിഞ്ഞു. കൊതു എന്തേ? ഞാൻ വിളിച്ചില്ല. ഞാൻ ഈസ സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞ് ബലൂൺ ഇങ്ങനെ എടുത്തിട്ട് എറിയാൻ നോക്കിയപ്പോൾ അത് വേണ്ടി ടയറിൽ കൊണ്ടേ. അത് അറിഞ്ഞില്ലേ, അവൻ നേരെ വിട്ടുപോയി. എന്താ അവനെ കൂടെ വിളിച്ചുകൂടായിരുന്ന? ഇവന്റെ ക്ലാസ്സിൽ യദു എന്ന് പറഞ്ഞൊരുത്തോണ്ട്. അവന്റെ ശരിക്കുള്ള പേര് കൊതു എന്നാണ്. തിരിഞ്ഞാണ് വരേണ്ട. ശരിക്കുള്ള പേര് യദു എന്നാണ്, നമ്മൾ വിളിക്കുന്നത് കൊതു എന്നാണ്. പക്ഷേ ഇതേ പേര് തന്നെ ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരുത്തമുണ്ട്. ചിലപ്പോൾ ഈ വീഡിയോ അവൻ കാണുമായിരിക്കും. അവനെ ഞങ്ങൾ കൊതു എന്നാണ് വിളിക്കുന്നത്. അവനിനി സവാരിക്ക് പോവാ. ഇനി അടുത്ത് വരുന്നെങ്കിൽ സവാരിക്ക് കൊണ്ടുപോകാം. നമുക്ക് ഒരുമിച്ച് പോവാം. ഞാനും കയറും. ഈ സവാരിക്ക് പോകുന്നു. നമ്മളെ സവാരി സവാള ഗിരി ഗിരി ഗിരി.
ജുറാസിക് പാർക്ക്. നീ എന്തിനാ കാണിക്കുന്നേ? മുട്ടെടുത്ത് എൻ്റെ കാലും ചെറിയ ഹായ് ഗൈസ് എനിക്ക് ഈ അവിടെ പോടാ ഗൈസ്. ഇവന് എൻ്റെ കാലിങ്ങനെ ആയിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം ഗൈസ്. ബ്രേക്ക് പിടിക്കാൻ അറിയത്തില്ല ഗൈസ്. എടാ കാലടാ ഞാൻ കാൽ തറയിലുണ്ട്. എന്റെ കാലിങ്ങനെ കിടക്കുമ്പോ അതിലൊക്കെ ഇങ്ങനെ തട്ടും. നീ ഒത്തിരി സൈഡിൽ പോരുത്. ഞാനെടുക്കാം, അപ്പൊ മനസ്സിലാവും നിനക്ക്. നീ ഇവിടെ ഇപ്പൊ ഇനി ഞാൻ നോക്കിക്കോ. ഈ നാരിക്ക ബച്ച എന്നെ എവിടെയാണ് കൊണ്ടുവന്ന് ദൈവത്തിനറിയാം. ഇങ്ങനെയൊക്കെ പറയുന്ന ആള് തന്നെയല്ലേ നാറി. ഗൈസ് എന്നെ കൊല്ല കൊണ്ടുവന്നു. ഗൈസ് ഇങ്ങനെ പറക്കണം. ഒരു ഐഡിയ ഉണ്ട്. കൈ ഞാൻ ഒറ്റ കയ്യിലാണ്. എനിക്ക് പറ്റുന്നില്ല കേട്ടോ. ബാക്കി പോകുന്നു. എന്താണെന്നറിയാവോ? ഇത്രേ ഉള്ളൂ. കട്ട് ചെയ്തോ. കണ്ട നാറിക്ക വെച്ച് എന്നെ കൊണ്ട് വീഴ്ത്താൻ പോയി. ഇനിയാണ് നമ്മുടെ പണി തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, ഇത് ഫുള്ള് നിറയ്ക്കണം. അത് കയ്യേറ്റണ്ടിരുന്നാ മതി. ഗൈസ് ഇവൻ കാരണം എനിക്കൊരു സമാധാനമില്ല. ഗൈസ് ഇതുണ്ടോ? എറി, നീ ധൈര്യം ഉണ്ടെങ്കിൽ അറിയടാ. ഗൈസ് ഇനി കുറച്ച് നേരം 2x2 കാണും. ഞാൻ അവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിലെത്തി. നനഞ്ഞൂപ്പാടടങ്ങി മൊത്തം ബലൂണും എൻ്റെ മണ്ടയ്ക്ക് കയറി. മൊത്തം ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറി. ഈ ടീഷർട്ട് മാറിയില്ല. ടീഷർട്ട് ഒന്ന് പിഴിഞ്ഞ് റെഡിയാക്കി. പാൻറ്റ് മാറി, നിക്കറൊന്ന് മാറി. കാരണം വെച്ചാൽ മൊത്തം നനഞ്ഞ്. അമ്പാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് പറയാൻ എടുക്കാൻ പറ്റിയില്ല. എൻ്റെ ദേഹത്ത് ഫുള്ള് വെള്ളമായിരുന്നു. ഞാൻ എങ്ങനെയൊക്കെയാണ് ഈ ഫോൺ വരെ എടുത്തോണ്ട് അവിടെ നിന്ന് വന്നത്. ഇവിടെ നിന്ന് പോകണം. വയസ്സ് ഭയങ്കര ചൂട് ഇണ്ടാ പോന്നു വയസ്സ്. പക്ഷേ വാട്ടർ ബലൂണിൽ കുളിച്ചപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സുഖമായിരുന്നു. ഇത്രയും വെയിലത്തെ കുളിക്കുമ്പോൾ ഉള്ള സുഖം അത് വേറെ സുഖമാണ്. അവന്മാരെ എൻ്റെ അടുത്ത് പറഞ്ഞു പോവല്ലേന്നേ. ഞാൻ നൈസായിട്ട് അങ്ങ് ചാടിയതാണെന്ന് വേണമെങ്കിൽ പറയാം. നോക്കാം എന്തിനാണ് ഇഷ്യൂ നോക്കാം അവിടെ ചെന്നിട്ട്. ഗൈസ് നോക്കാം കേട്ടോ, ചിലപ്പോൾ ഇറങ്ങി വരും. മയൂക ഗൈസ് ഇറങ്ങി വരുന്നില്ല കേട്ടോ. ഗൈസ് ഇറങ്ങി വരുന്നില്ല. ഹായ് ബ്രോ. പോട്ടെ. കാണിച്ചെന്ന് എന്നെ കൈ കാണത്തെ ഞാൻ മറ്റേത് ഷർട്ട് മാറ്റിയില്ല. ഫുട്ബോൾ കളിക്കാൻ പോവാണ് ഞങ്ങള്. ഗൈസ് ഇവനുണ്ട്. ഗൈസ് ഇവിടുത്തെ തോട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമേ. ഇത് കണ്ടോ ഗൈസ്, ഇവിടുത്തെ തോടിൻ്റെ അവസ്ഥയാണേ. ഫുൾ വേസ്റ്റാ. കണ്ടോ ഈ പരിപാടി ഗൈസ്? കണ്ടോ ഗൈസ്? മൊത്തം ഒഴുകുന്നുണ്ട്. ഇത് നീ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ സ്റ്റെപ്പായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിൽ വരെ കൊണ്ടിട്ടേക്കുന്നത്. അത് ഈ മീനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഫുൾ അങ്ങോട്ട് ഇതുകൊണ്ട് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ടോ ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ അത് തന്നെ. നിനക്ക് ഇതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? മ്ലേച്ഛമായ പരിപാടിയാണ് ഈ മനുഷ്യർ കാണിക്കുന്നത്. പണ്ട് നല്ല തോടായിരുന്നു. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇവിടെ ഒന്ന് കുളിക്കാറുണ്ടായിരുന്നു. പക്ഷേ സത്യം അതിൻ്റെ അവസ്ഥ ഇപ്പം വരെ ഇറങ്ങി കുളിക്കുമായിരുന്നു ഇവിടെ. ഇതിൻ്റെ അവസ്ഥ കണ്ടോ?
അപ്പം അമ്മീവ് പിടിച്ച് നടക്കണം. അങ്ങനെയാണ് സത്യം ഗൈസ്. ഗൈസ് ഇതിനൊക്കെ നിങ്ങൾക്ക് എന്തുവാ പറയാനുള്ളതെന്ന് കമൻറ്റ് ബിലോ ഗൈസ്. ഗൈസ് നമുക്കിനി ഫുട്ബോൾ കളിക്കാം. നമുക്കിതിനെപ്പറ്റി ഇനി നമ്മളിനി ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഗുണമൊന്നുമില്ല ഗൈസ്, അല്ലേ? പിന്നല്ലേ ഇനി അടിക്കാം ഗൈസ്. അതല്ല, ഇപ്പം ഈ ബോൾ വല്ലതും തോട്ടി പോയെന്ന് വെച്ചോ, നമുക്കിത് ഇറങ്ങി എടുക്കണ്ടേ? അപ്പം ഇത്രയും അഴുക്ക് കൊണ്ടിട്ട് നമ്മളെങ്ങനെ ഇറങ്ങി എടുക്കും? സത്യം തന്നെ. പിന്നെ അല്ലാതെ അതടിച്ച് കട്ടി ഉണ്ടോ? നല്ല മഴക്കോള് കേട്ടോ. ഞാൻ പറഞ്ഞപ്പോഴാണ് നല്ല രാസനായ പൊടിയൊക്കെ കിട്ടുന്നത്. നല്ല മഴക്കോള്. ഇവൻ്റെ മൂക്ക് കണ്ടോ? മൂക്കിൻ്റെ ദ്വാരം കണ്ടല്ലോ നിങ്ങൾ? പിന്നെ മൂക്കിൽ ദ്വാരം ഇല്ലടാ, പിന്നെ വേറെ വല്ല നിന്റെ കാണട്ടെ. ഒരു വീഡിയോ ഇല്ലേ എടാ, ഒരു വീഡിയോ ഉണ്ട്. അതിനകത്തെ അതിൽ ചാർജർ നിന്റെ ഇങ്ങനെ മൂക്കിൻ്റെ ഒരു ഫോട്ടോ എടുക്കുവേ, എന്നിട്ട് അത് PDF ആക്കും. എന്നുവെച്ചാൽ PDF ആക്കിയിട്ട് പ്രിന്റ് എടുക്കുവേ. പ്രിന്റ് എടുത്തിട്ട് എനിക്കറിയാം. എന്നിട്ട് അതിനകത്ത് ഒരു ചാർജിന്റെ എനിക്കറിയാം. കണ്ട തർക്കുത്തരാണ് ഗൈസ്. ഞാൻ 8ാം ക്ലാസ്സിലാണ്, ഇവനോ 7ില്ല. എന്നിട്ട് തർക്കുത്തരം പറയുന്നത് അല്ല ഗൈസ്, ഇവന് 8ൽ കയറുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. നമുക്ക് കുഴപ്പമില്ല. അപ്പൊ എൻ്റെ കാര്യത്തിലാണ് ഡൗട്ട് അല്ലേ ഗൈസ്? അവിടെ ആനയുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ പിന്നെ അങ്ങോട്ട് പോകുന്ന ഡൗട്ട് മാത്രം. ഗൈസ് ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നതാണ്. ആനയെ കാണിക്കാം നമ്മള്. അവിടെ ആന നിൽക്കുന്നുണ്ട് കേട്ടോ. കളിക്കാൻ മയുക ടാറ്റാ. എടാ ചെയിനി എന്തൊരു ശബ്ദമാണോ? എന്തിനോ പറ്റി എന്റെ സൈക്കിള്? ഇല്ല, ഒന്നും പറ്റിയില്ല. അതാണ്ട് ഗിയർ മാറിക്കിടന്നു. ടീന് ബ്രേക്ക് കൂടി ചവിട്ട്. ഒന്നും കൂടെ മാറുന്നു ഗിയർ. വേണ്ട മാറി. ഇവനവിടെ പോകുന്ന മഴയുമായി. നമുക്കൊന്ന് പെട്ടെന്ന് പോവാം. പറ്റാം. മഴയ്ക്ക് മുമ്പേ വീട് നിർത്തി. മഴ ശക്തമായി കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബൈ ഗൈസ്. പിന്നെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബൈ.